നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ചില ചോദ്യങ്ങളും ചില സംഭാഷണങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത്, നിന്നെ ഞാൻ സഹായിച്ചിട്ടില്ലേ, എന്തുകൊണ്ട് തിരിച്ച് നീ എന്നെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം അവർ നമ്മളെ സഹായിച്ചത് അവർ ഒരു ഡയറിയിൽ എഴുതി വെച്ച് കഴിഞ്ഞു. അത് നമ്മൾക്ക് പറ്റില്ലെങ്കിലും അവരെ സഹായിച്ച് കൊടുത്തുകൊള്ളണമെന്നാണ് അവർ പറയുന്നത്. പ്രത്യുപകാരമായിട്ട് അതവർ പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നിന്നെ ആർക്കും വിശ്വാസമില്ല എന്നുള്ള സംഭാഷണമാണ്. അപ്പോൾ നമ്മളിൽ ഒരു നെഗറ്റീവ് ചിന്ത കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് എന്നെ ആർക്കും വിശ്വാസമില്ലാത്തത്? ഞാൻ അത്ര മോശം അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? മൂന്നാമത്തേതെന്ന് പറയുന്നത്, നിന്നെ ആർക്കും ഇഷ്ടമല്ല. ഈ ഒരു സംഭാഷണമാണ്. എന്തുകൊണ്ട് നമ്മളെ ആർക്കും ഇഷ്ടമല്ല എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് മാത്രമാണ് നമ്മളെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനമെല്ലാം അവരിൽ കേന്ദ്രീകരിക്കും. കാരണം മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടമല്ല. ഇത് മറ്റുള്ളവരിൽ നിന്നും നമ്മളെ അകറ്റാനുള്ളൊരു തന്ത്രം തന്നെയാണ്. അടുത്തത്, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നീ എന്നോട് തുറന്നു പറയൂ. കാരണം അവർ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. പേടിയാണ്, ഭയമാണ്. കാരണം അവർ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു, ചെയ്തിട്ടുണ്ടോ എങ്കിൽ തുറന്നു പറയൂ. അതുപോലെ തന്നെ, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ പറയും. കാരണം അവിടെ നമ്മൾക്ക് അവരെ ഭയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളും ചില സംഭാഷണങ്ങളും തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്ന, കുഴപ്പിക്കുന്ന, ആശയവിനിമയം നടത്താൻ പോലും പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കുന്ന ചില ചോദ്യങ്ങളാണ്.